5 വർഷം മുമ്പ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ശസ്ത്രക്രിയക്കിടെ മറന്നു വെച്ച കത്രിക എടുക്കാനായിട്ട് പാവം ചേച്ചി ഇന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ 5 വർഷം ഈ ചേച്ചി വേദന കടിച്ചമർത്തി നടന്നു എന്നുള്ളതാണ്. ഇപ്പം ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ പോയി വേദന ഉള്ള കാരണം. അപ്പോൾ ഒന്നും ഒരു പ്രാവശ്യം പോലും ഒന്ന് സ്കാൻ ചെയ്യാൻ, എന്തുകൊണ്ട് ഈ വേദന എന്ന് സ്കാൻ ചെയ്യാൻ ആരും തയ്യാറായില്ലേ എന്നുള്ളത് ചിന്തിക്കാൻ കൂടി വയ്യ. കാര്യം കത്രികയാണ്, അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ 5 വർഷമൊക്കെ അത് ഇൻഫെക്ഷൻ ആവില്ലേ? അത് എനിക്കത് മനസ്സിലാകുന്നില്ല, അത് എന്ത് പ്രക്രിയയാണ് എന്നുള്ളത്. കാര്യം ഒരു പ്രാവശ്യം പോലും ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അധികൃതർ അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വേദന എന്ന് നോക്കാൻ തയ്യാറായില്ലെന്ന്. അപ്പോൾ അത് ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. പിന്നെ എന്ത് തന്നെയാണെങ്കിലും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഈ ചികിത്സാ പിഴവ്, ഇതുപോലെ കത്രിക മറന്നു വയ്ക്കുക, അതുപോലെ മാറി ഓപ്പറേഷൻ ചെയ്യുക, കൈക്ക് പകരം കാല് ചെയ്യുക, കാലിന് പകരം കൈ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പോൾ ആൾക്കാർ ആകെപ്പാടെ ഭയക്കും. ശരിക്കും ഹോസ്പിറ്റലിൽ പോകാനുള്ള പേടിയാവും നമുക്ക്. ശരിക്കും പറഞ്ഞാൽ പാവങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. കാര്യം ഒരിക്കലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി, നമുക്കൊരു പനിക്ക് പോലും നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, നല്ല പൈസയാവും. തീർച്ചയായിട്ടുള്ള കാര്യമാണ്. കാര്യം ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ ഒരു കാരണവശാലും നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റില്ല സാധാരണക്കാർക്ക്. അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു അനാസ്ഥകളൊക്കെ, നെഗറ്റീവ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാവങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർക്കും വരുന്നത്. കാര്യം നമ്മുടെ ജീവിത രീതിയിൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ്. എനിക്കറിയില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ച കോളേജാണ് കേട്ടോ, വണ്ടാനം മെഡിക്കൽ കോളേജ്. അന്ന് വണ്ടാനത്തല്ലായിരുന്നു, വണ്ടാനം എന്ന് പറയുന്ന സ്ഥലത്തല്ലായിരുന്നു, ആലപ്പുഴയായിരുന്നു. അപ്പം ആലപ്പുഴ ജംഗ്ഷൻ അങ്ങോട്ടായിരുന്നു. അവിടുന്ന് മാറ്റി പുതിയ ഹോസ്പിറ്റലാണ് വണ്ടാനത്തേക്ക് മാറിയത്. അപ്പോൾ നമ്മളെ കോളേജ് വണ്ടാനത്തായിരുന്നു. അപ്പോൾ അന്നേ ഇങ്ങനെ ഈ ഒരു റൂമർ കേൾക്കുമായിരുന്നു, അതായത് ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരല്പം ജീവനുണ്ടെങ്കിൽ അവർ പറയൂ, ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകില്ലേ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകില്ലേ, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറയാറുന്നതൊക്കെ പറയാം. കാര്യം അന്നേ ഒരു ചികിത്സാ പിഴവും കാര്യങ്ങളും ഒക്കെ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ അന്നേ കേൾക്കാറുണ്ടായിരുന്നു ഇവിടെ. എന്തായാലെങ്കിലും ഇതൊന്നും ഇപ്പോഴും മാറ്റമില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ദൈവമേ, എന്തായാലും മാറണം. കാര്യം പാവങ്ങൾക്ക് എന്നായാലും സാധാരണക്കാർക്ക് എന്നായാലും ഈ ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലുകളെ മാത്രമേ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. ചികിത്സയുടെ ഭീമമായ തുക താങ്ങാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് പറ്റത്തില്ല. കാശുകാർക്ക് മാത്രമേ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു രീതി തുടർന്ന് പോവരുത്. ഇതിനെന്തെങ്കിലും ഒരു കർശനമായ നടപടി വരണം. ഇനി ഒരിക്കലും ഇങ്ങനെ വരരുത്. ഡോക്ടർമാർ കുറെ കൂടിയല്ല, നല്ല പോലെ 100% ശ്രദ്ധിക്കുക. ഇങ്ങനെ ചികിത്സാ പിഴവൊക്കെ വരിക എന്ന് പറഞ്ഞാൽ